നേതാവ് ശ്രീ കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കുടിവെള്ള കണക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഉപഭോഗം കൂടും. മലമ്പുഴയിലുള്ള നിലവിലുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ളത് മതിയാവില്ല. അപ്പോൾ മദ്യ കമ്പനിക്ക് വാഗ്ദാനം ചെയ്ത വെള്ളം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി പോലും മന്ത്രി അട്ടിമറിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ. മന്ത്രിയുടെ ഒരു വാദം 2023-24 മദ്യനയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്തനോളും ENAയും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് യൂണിറ്റ് തുടങ്ങാൻ അനുവാദം കൊടുക്കാമെന്നുള്ളത്. മന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു, 2023 നവംബർ 3 എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അപേക്ഷ കമ്പനി എക്സൈസ് കമ്മീഷണർക്ക് നൽകിയത് എന്നുള്ളത്. വളരെ വൈരുദ്ധ്യമുണ്ട് അതിൽ. കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് 9/2/2024 നവംബർ മാസത്തിൽ തന്നെ കമ്പനി എത്തനോൾ യൂണിറ്റിനുള്ള അപേക്ഷ എക്സൈസ് കമ്മീഷണർക്ക് കൊടുക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് 9/2/2024, ഏകദേശം 4 മാസം കഴിഞ്ഞിട്ടാണ് ഈ കമ്പനിയെ കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കമ്പനിയെ എത്തനോൾ നിർമ്മിക്കാനുള്ള യൂണിറ്റായിട്ട് സെലക്ട് ചെയ്യുന്നതിന് 4 മാസം മുമ്പ് തന്നെ ഈ കമ്പനി അപേക്ഷ കൊടുക്കുക. ഇവിടെ ഞങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു, 2022 സ്ഥലം വാങ്ങുന്നു, 2022 സ്ഥലം വാങ്ങി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് എലപ്പുള്ളിയത്തെ സ്ഥലം കാണിച്ച് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം ഈ കമ്പനിക്ക് ഇത്ര ധൈര്യപൂർവ്വം സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു ഉറപ്പ് ഈ കമ്പനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്, കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് 4 മാസം മുമ്പ് തന്നെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസിനായിട്ട് അതിനുള്ള അപേക്ഷ എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു എന്നുള്ളത് മന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഈ ഇവരുടെ മന്ത്രിയുടെ ഇതിൽ കത്തിൻ്റെ റെഫറൻസ് പറയുന്നുണ്ട്. സർക്കാർ ഓർഡർ ഈ കമ്പനിക്ക് കൊടുത്ത മന്ത്രിസഭാ യോഗത്തിൻ്റെ ഓർഡറിൽ പറയുന്ന എക്സൈസ് വകുപ്പിൻ്റെ കത്ത് 6/2/2024 EXE 6389/2023. അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് 9-ാം തീയതി, 6-ാം തീയതി തന്നെ മന്ത്രിസഭാ യോഗത്തിലേക്കുള്ള എക്സൈസ് കമ്മീഷണറുടെ അപേക്ഷ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാം നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ആ കള്ളക്കടകൾ പുറത്തു വരുന്ന സമയത്ത് അത് മറയ്ക്കാനായിട്ട് മന്ത്രി ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഞങ്ങളെ ചോദിക്കാൻ ആഗ്രഹിക്കുക, ഈ സ്പിരിറ്റ് കമ്പനികൾ കർണാടകയിലെ BJPയുടെ മന്ത്രിയാണ്, മഹാരാഷ്ട്രയിലെ BJPയുടെ മന്ത്രിക്ക് ബന്ധമുണ്ട്. ഞങ്ങൾ ചോദിക്കും, ഈ സ്പിരിറ്റ് കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാ? ഈ സ്പിരിറ്റ് കമ്പനികളിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങാൻ തീരുമാനമെടുത്തത് ആരാ? ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ, സംസ്ഥാന സർക്കാരല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം കമ്പനികളിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കണം. ഈ കമ്പനികളല്ലാതെ ഈ രാജ്യത്ത് വേറെ കമ്പനികളുണ്ടല്ലോ, സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുണ്ടല്ലോ, ആ കമ്പനികളിൽ നിന്ന് വാങ്ങാമല്ലോ. BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുടെ കമ്പനികൾക്ക് ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ പറയാറായിട്ടില്ല. 2 ദിവസം അന്വേഷണം നടക്കട്ടെ, ബാക്കി കുറേ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടല്ലോ. ഈ ആചാര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ട്? ഇത് ആരാണ്, എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കുറിച്ച് എല്ലാം സൂചനയുണ്ട്. അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ. പ്രജിത്ത് മോഹനിലേക്ക് വീണ്ടും എത്താം. നമുക്കതിന് മുമ്പ് BJP നേതാവ് ശ്രീ കൃഷ്ണകുമാർ വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയം ജില്ലാ സെക്രട്ടറി ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നു. ഞാൻ ലേബർ കോൺട്രാക്ടറാണ്, തൊഴിലാളികളുടെ വിഹിതം പറ്റുന്ന ആളാണ്. ഞാൻ 98 മുതൽ പാലക്കാടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാം ലേബർ കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. യാതൊരു ഇതുമില്ല. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ അംഗീകരിച്ച ലേബർ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് ലൈസൻസ് എടുത്ത് ESIയും PFും കേന്ദ്ര സർക്കാരിൻ്റെ സർവീസ് ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ അടച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. CPMൻ്റെ മലബാർ